ജോബിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നസ്രത്തിലാണ്. നസ്രത്തിൽ മേരീസ് വെൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് മാതാവും കുടുംബമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ മാതാവ് വെള്ളമെടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു കിണറാണ് ഇവിടെ ഉള്ളത്, ഒരു കുളം. അവിടെ വെള്ളമൊക്കെ കാണാം നമുക്കിപ്പോൾ. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഒരു ചാപ്പലയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് അതിൻ്റെ ചെറിയൊരു വീഡിയോ നമുക്ക് കാണാം. നസ്രത്തിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാനുള്ളത് മംഗളവാർത്ത പള്ളി, മേരീസ് വെല്ല്, പിന്നെ യോസഫ് പിതാവിൻ്റെ പണിശാലയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേരീസ് വെല്ലാണ്. ഇത് പണ്ട് കാലത്ത് ഇവിടെ ഉറവയൊക്കെ ഉണ്ടായിരുന്നതിൽ വെള്ളമൊക്കെ വരുമായിരുന്നു. അന്നത്തെ കാലത്ത് മാതാവിൻ്റെ കുടുംബവും അതുപോലെ തന്നെ ആട്ടിടയന്മാരൊക്കെ ആടിനെ മേയ്ക്കാൻ വരുന്നതൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരുന്നു. ഇവിടെയുള്ള ജനങ്ങളൊക്കെ വെള്ളം എടുത്തുകൊണ്ടിരുന്ന ഈ ഉറവയിൽ നിന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇത് വറ്റിയിരിക്കുകയാണ്, നമുക്കത് കാണാൻ പറ്റത്തില്ല. ഇവർ ക്രോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലൊരു ഉറവയുണ്ട്. അവിടെയാണ് മേരീസ് വെല്ലെന്ന് അറിയപ്പെടുന്നത്. അവിടെയാണ് ദേവദൂതൻ മറിയത്തിന് ആദ്യമായി ദർശനം നൽകിയത്. പക്ഷേ മാതാവിനത് മനസ്സിലായില്ല. മാതാവ് പേടിച്ച് ഓടി വീട്ടിലേക്ക് വരികയും അവിടെ വെച്ചാണ് ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ആദ്യം ദർശനമുണ്ടായ സ്ഥലത്തേക്കാണ്. അവിടെ ഇപ്പോഴും ഉറവയുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ കിണറ്റിലെ വെള്ളം നമുക്ക് എടുക്കാം, വിശുദ്ധ ജലം നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് കുപ്പിയിലാക്കിയിട്ട്. ഒത്തിരി പേരൊക്കെ ആ വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ചില സമയത്തൊക്കെ ചെറിയ തിരക്കുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചു. ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം ഒന്ന് പോയിരുന്നു. അന്ന് എനിക്ക് വളരെ വിശദമായിട്ട് ഇതിൻ്റെ ഉള്ളൊന്നും കയറി കാണാൻ പറ്റിയിട്ടില്ല. കാരണം എന്നല്ല, അന്ന് കൊറോണയുടെ സമയമൊക്കെ ആയതുകൊണ്ട് ഇവർ ഉള്ളോട്ടൊന്നും കയറ്റി വിടുന്നില്ലായിരുന്നു. പുറമേക്കൊന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരാനാണ് സാധിച്ചത്. ഇന്നെന്തായാലും വന്നു. എനിക്കിതിൻ്റെ ഉള്ളെല്ലാം നന്നായി കാണാനും സാധിച്ചു, പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഗ്രീക്ക് ഓർത്തഡോക്സിൻ്റെ അണ്ടറിലാണ് ഈ ചർച്ച് ഉള്ളത്. ഒത്തിരി ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവർ ചിത്രങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് ഇവർ ഇത് വരച്ചു വെച്ചേക്കുന്നതാണ്. ഈശോയുടെയും മാതാവിൻ്റെയും യേശുപിതാവിൻ്റെയൊക്കെ ഗബ്രിയേൽ മാലാഖയുടെയൊക്കെ ഫോട്ടോസ് ഇവിടെ നമുക്ക് വരച്ചിട്ടേക്കുന്നത് കാണാൻ സാധിക്കും. ഈ ചാപ്പൽ വിശുദ്ധ ഗബ്രിയേലിൻ്റെ പേരുള്ള ഒരു ചാപ്പലാണ്. അതിൻ്റെ ഉള്ളിലാണ് മേരീസ് വെല്ലുള്ളത്. അപ്പോൾ ആളുകളെല്ലാം ക്യൂ നിൽക്കുകയാണ് അത് കാണാൻ വേണ്ടി. ഒത്തിരി രൂപങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് നമുക്ക് കാണാം. ഇവിടുന്ന് എല്ലാവരും പോയിട്ട് ഇതാണ് മേരീസ് വെൽ എന്നറിയപ്പെടുന്ന കുളം. ഇപ്പോഴും അതിൽ ഉറവയുണ്ട്. കണ്ടോ, ഇത് അത്രയ്ക്ക് വലിയ മലമുകളിലാണെന്ന് ഓർക്കണം. ഇവിടെയാണ് ആദ്യം ഗബ്രിയേൽ മാതാവിന് പ്രത്യക്ഷപ്പെട്ടത്. മാതാവ് ഇത് ആരാണെന്നറിയാൻ പേടിച്ച് ഓടി വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ഒരുപാട് വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുകയും അവിടുത്തെ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു ചാപ്പലാണ് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് കാണാം.